ഹായ് ഗൈസ്, അപ്പോൾ റെസ്റ്റോറൻറ്റ് വീഡിയോയിലോട്ടൊക്കെ എല്ലാ മച്ചന്മാർക്കും ഒരു അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൂപ്പർ ബിയർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തന്നെയാണ് കാണിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് എടുക്കട്ടെ. ഈ പർപ്പിളുണ്ടോ, ഈ പർപ്പിൾ അതാണ് ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കിയത്. ഞാൻ സെക്കൻഡ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് സി ആണ്. ബി ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ടതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ദർ എക്സ്റ്റെൻഡ് ആൻഡ് ഗെറ്റിംഗ് കിങ്ഡം വേർ ക്യാരക്ടേഴ്സ് lived in peace under the railing of the bee dynasty. ക്രിയേറ്റ് ചെയ്യാൻ വയ്യ, നിങ്ങൾ തന്നെ അത് എന്താണ് ഓഫാക്കിയിട്ട് നിങ്ങൾ തന്നെ വായിച്ചോ. എന്നിട്ട് പിന്നെ എന്തൊരു പോയിസൺ കുടിച്ച് പർപ്പിൾ കളർ ഉണ്ടത്. എന്നിട്ട് എന്തോ ഉണ്ടായി എനിക്ക്. എന്നിട്ട് nobody knows why the bees started to work hard. എന്നിട്ട് ഇവർക്ക് നല്ല ഇവർക്കൊക്കെ എന്താണ് ആകെ അഹങ്കാരമായി ഇതൊക്കെ. പക്ഷെ ഇവനക്കുണ്ടല്ലോ, ഇവനക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇവിടുത്തെ ഒരാളുണ്ടല്ലോ, അവനക്ക് എല്ലാത്തിനും അറിയുന്നതാണ്. എന്നിട്ട് മറ്റൊരു പറഞ്ഞു തരുകൊണ്ടാണ് ആ ഗെയിം ചെയ്തത്. നമ്മളാണ് ഇവിടുത്തെ സൂപ്പർ ബിയർ. ലോഡിങ് ആവുന്നുണ്ട്. ലോഡ് ഓക്കെ. നമ്മൾ തീ കളറ് നമുക്ക് ഇവിടെ അടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ബി പ്ലസ് എ ബി പ്ലസ് മോനെ. അപ്പോൾ എ ബി എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തുണ്ടാവുക നോക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ ഒരു മെയിൻ കാര്യമുണ്ട്. ബി പിന്നെ ഇതിൽ കൂടെ പോയാൽ ഇവിടെ നിങ്ങൾക്കൊരു താറാവ് കാണാൻ പറ്റും. ആ താറാവാണ് നമ്മുടെ മെയിൻ ആൾക്കാർ. മതി ഇത് കൊരങ്ങനാ പറയാൻ. ഗൈസ്, നമുക്ക് സ്പീഡ് റൺ മോഡ് നമുക്ക് ഓഫാക്കിക്കാം, അതപ്പോൾ നല്ലത്. സ്റ്റാർട്ട് ലെവലിൽ ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു. കറക്റ്റ് തന്നെ ഏതാണ് ഇതിനാണ് ടൂടിട്ടു. സ്പീഡ് റൺ മോഡ് ഓഫ്. ഇതെന്താണ് ആദ്യം ഇതിന് പരസ്യമൊക്കെ കഴിഞ്ഞ കാണാൻ. ഞാൻ ഫുള്ള് സ്കിപ്പ് അടിക്കുന്നുണ്ട്. എന്തൊരു പരസ്യമാണിത്? കഴിഞ്ഞാലും കഴിയാത്തൊരു പരസ്യം. ഇഷ്ടമില്ലേ പരസ്യം? അവർക്ക് നമ്മൾക്ക് ജീവൻ വെച്ചു. ഇപ്പോൾ നമ്മൾ സ്പീഡ് റൺ ആയതുകൊണ്ടാണ് നമ്മൾ പർപ്പിൾ ആയതെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഒരു ദിവസം നമുക്ക് ബോധം വെച്ചു. നീച്ചിട്ട് അറ്റാക്ക് എ പ്ലസ് ഇത് ബി അത് കൊണ്ട് പോവാ. കാട്ടെടുത്തോ. ബി ഞെക്കി നമ്മൾ അടിക്ക് ഇങ്ങനെ പോകും. എ ഞെക്കി നമ്മളിങ്ങനെ മേലേക്ക് അങ്ങനെ പോകും. ഇവിടെ വന്നിട്ട് ബി ഞെക്കിയാൽ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ വന്ന് അങ്ങനെ പോയി ഇങ്ങനെ വന്ന് അങ്ങനെ പോയി ഇങ്ങനെ വന്ന് അങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ വന്നിട്ട് എന്നിട്ട് ഇതിനുള്ളിൽ മുകളിൽ കയറി നമ്മളോട് പറക്കുക. സ്വന്തം ഞാൻ പറയുന്നത് പറയാ. സൂപ്പർ ബിയർ അടം വണ്ട മനസ്സിലായിട്ടോ?
മനസ്സിലായിട്ട് പോകാൻ മനസ്സിലായി. നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ന് ആൾക്കാരില്ല. ഇതൊക്കെ അയച്ചിട്ടാണ് ഇവിടെ വെള്ളപ്പൊക്കം ടോട്ടലോ വി ഹാവ് ടു ഗോ ടു ദ സമയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒരു 8 ബിയർസുകളുണ്ട് നമ്മളെ പോലത്തെ അല്ല, വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിയർസുകളുണ്ട്. ഇവിടെ കുറേ സ്റ്റിക്കേഴ്സുകളുണ്ട്. ബട്ട് ചിലത്തിനൊക്കെ എന്താണ് മറ്റേ പറയാ വിഷമൊന്നുമില്ല. ഇവരൊക്കെ നല്ല വര, ഇവരൊക്കെ കളിച്ച് നമ്മൾ സിനിമക്കാം. ഇവരൊക്കെ നല്ല വര. പക്ഷെ ഇവിടെ ഒക്കെ ഇവിടെ സെറ്റിലേക്ക് ഉണ്ട്. നമ്മളെ ബ്ലോഗ് സീരീസ് ഇതുപോലെ തന്നെ അല്ല ഗായ്. പക്ഷെ നമ്മളിവിടെ ഇത് വേണം പാർക്കൂർ തന്നെ അറിയുന്ന ആൾക്കാർ മാത്രം കൊണ്ട് വന്നാൽ മതി. ഒപ്പത്തെ മോനൊക്കെ വയ്യ. ഞങ്ങൾ ഒരാളെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് പോ സിമ്പിൾ. അങ്ങോട്ട് പോയിട്ട് ഇവിടെ തന്നെ വളർത്തുന്നുണ്ടെന്ന് അതാണ് ഈ ബാക്ക്. ഇവിടെ അതിൽ ബി അല്ലേ നമ്മൾ അണ്ടർ വാട്ടർ ഓഫ് സേഫ്റ്റി ഫുൾ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഇഷ്ടം എന്നാൽ നിങ്ങൾ ശരിക്കത്തെ ലോകം നിങ്ങൾ കാണാൻ പോകുന്നത് മീനും പിടിക്കാൻ മീനെ പിടിച്ചേ നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. നമ്മൾ ചാവും. ഇവിടെ ഒരു ഹൈഡൻ ഇതുണ്ട് സ്റ്റിക്കർ കേട്ടോ. ഹൈഡൻ സ്റ്റിക്കർ ഫൗണ്ട്. അത് കുറേ സ്റ്റിക്കറുകളുണ്ട്. നമ്മളിപ്പോൾ അതല്ല ശരിയാകുന്നത്. നമുക്കൊന്ന് ഈ ലിവർ കളിക്കുന്നതാണ്. നമ്മൾ പാർക്കാണ്. ഇതൊക്കെ ഇവരുടെ മെത്തിൽ ഇങ്ങനെ ഒരു 10 സാധനം വരും. അവർ നമ്മൾ പഞ്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ബോൾ പോലെ കൊണ്ടുപോകും. ഇതാ ബാക്ക് ടൈം പറഞ്ഞാൽ ഓരോരോ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. ഇല്ല ആ സ്റ്റൈലൊക്കെ എന്താണെന്നറിയില്ല. രണ്ടാൾക്കാരും ചിന്തിക്കുന്നത് നേരത്തെ കാണിച്ചു ഇങ്ങനെ അടിച്ചപ്പോൾ എന്തെൻ്റെ ബ്രോ മട്ടനോ കൊണ്ടാടിയിട്ടുണ്ട്. അപ്പോൾ എത്തിയിട്ടുണ്ട്. കയറിൻ്റെ പൈസ എന്ത് നീക്ക് എന്നെ കൊണ്ടുപോകുന്നു. എന്താ ഇവിടെ ഒരെണ്ണുണ്ട്. നിങ്ങൾ കണ്ടു ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ ബോസുകളുണ്ട്. അതിനൊക്കെ നമ്മളെ കൊല്ലണം. സമയമുണ്ട് നമുക്ക് ഇഷ്ടമായിട്ട് പോയി കൊല്ലാം. പക്ഷെ നമ്മൾ അവിടെ പോയാൽ ഒരു ഇതുണ്ടാവും. ഇങ്ങനത്തെ ടെഡിബിയർസുകളുടെ ഇത് കാണിക്കും. എന്താണ് പറയുന്നത് എണ്ണങ്ങൾ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അതിൽ ചെയ്യാൻ. അപ്പോൾ 3/4 അടിച്ചിട്ട് നമ്മൾ 4 ബിയർസുകൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. ഇതാ അവിടെ 3 ബിയർസുകളെ കണ്ടുപിടിക്കണം. അപ്പോഴാണ് അവിടുത്തെ ബോസ് കൊല്ലുന്നത്. ഇവിടുത്തെ ബോസ് എന്താണെന്ന് വെച്ചാൽ അതാണ് ആമ. ഈ തേനീച്ചകളാണ് ഇവിടുത്തെ മെയിൻ. ഇഷ്ടമല്ലേ തേനീച്ചകൾ? എപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. ഇവിടുന്ന് ആർക്കാണ് അടുക്കാൻ വേണ്ടിയത്? ഇതിൻ്റെ ഇവിടെ ശരിക്കും പറഞ്ഞൊരു കല്ല് വെക്കണം. പക്ഷെ ഞാൻ അഡ്വഞ്ചറാണ്. പിന്നെ കല്ല് വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ
ഇവിടെ പകുതി എത്തുന്നതിന് ഞാൻ ഒന്നുകൂടി ചെയ്യാം. ഇതൊക്കെ എന്താ ചെയ്യാൻ പറ്റണ്ട, കുഴപ്പമില്ല. അതായത് ചെയ്യുന്നതാണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അതാണ്ട നമുക്ക് ഇവിടെ ഇങ്ങനെ തോന്നിക്കാം. ഇതിൻ്റെ ഇവിടെ എത്തുന്നു, ചാടുന്നു. ഓ ഇങ്ങനെയാണ് നമ്മളിവിടെ ഫ്രീലിയാക്കി. ഇതിന് പോയില്ല, അതുണ്ടാ ഇത്ര ഇങ്ങോട്ട് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബോസിനെ ഫസ്റ്റ് കൊല്ലാൻ പോകാം. ഹിയർ ഈസ് വെൽ, ലെറ്റ് സീ വാട്ട് ഇൻസൈഡ്. നമുക്ക് നല്ല കറക്കോ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാ മാണ്ടടി ദ ട്രോൾട്ടൽ ഗോൾമ. Shut up. Okay, one nothing. Nyaku nothing. ये नच्चे अच्छे ये कुछ अయ్యో ഞാൻ പെട്ടു പ്ലേസ് ഇട്ടിട്ടുണ്ട്. കൊച്ചു അടിക്കും അടിക്കും അടിക്കും. ബിയർ എക്സിറ്റോടെ എക്സിറ്റ് സ്വിച്ച് നമുക്ക് പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാത്തിനും രസിച്ചിട്ട് പോവാം. അല്ല നല്ലത്. ഒരാളുണ്ടല്ലോ ഇവിടെ തേച്ചിട്ടുണ്ടാവേണ്ടത്. ഈ പശു നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ ഷെയർ ചെയ്തിട്ട്, ഞാൻ മറന്ന് കൺട്രോളറൊക്കെ അതാണ് ഷെയർ ചെയ്തിട്ട് അതിൽ നോക്കിയിട്ട് വേണം എനിക്ക് ചെയ്യാം. ഈ ബോൾ വരുമ്പോൾ ബീനൊക്കെ അയ്യോ ഗായ്സ്, ഞാൻ കൺട്രോളറൊക്കെ മറന്നേ. എന്താ വിളിക്കുന്നത്? ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് നമുക്ക് മറ്റേ നോട്ട് അങ്ങനെ അല്ലേ? ഓ നമ്മൾ ആ ഓട്ടോയിലേക്കല്ലേ ഇടണ്ടി, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇടണ്ടി. ഓർമ്മ വന്നു. ഇപ്പോഴല്ലേ പിടുത്തം കിട്ടുന്നത്. ഇത് മാറ്റി വിളിച്ചോ കളിയിലാക്കിക്കോ കൊണ്ടുവന്നു. ഇത് വിളിച്ചോ ഇത് വിളിച്ചോ ഇത് വിളിച്ചോ. അതന്നെ എല്ലാം നമ്മൾ ഇതിനെ രക്ഷിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഒരു പേസ് എടുത്തിട്ട് ഇവിടെ ഒരാളെ രക്ഷിക്കണം. അതിന് നമുക്ക് ഇപ്പോൾ രക്ഷിക്കണില്ല. ഇതാണ് ഇപ്പോൾ രക്ഷിക്കാൻ സമയമില്ല. നീന്താ രക്ഷിക്കുഞ്ഞു അത് രക്ഷിക്കുഞ്ഞിൻ്റെ ചെമ്പിയുണ്ട്. അവിടെ അതിന് നമുക്ക് അങ്ങനെ കയറാൻ പറ്റുന്നതാണ്. ഇവരെ കയറ്റം നമുക്കുണ്ടാവും കേട്ടോ.
കേറാൻ ഈ രണ്ടാമത്തെ മുകളിൽ കേറങ്ങോട്ട് പൈസ എല്ലാത്തിനും രക്ഷിച്ച നേരത്തെ പറ്റേ ഇതിലുള്ള ഇതൊക്കെ പിന്നെ രക്ഷിക്കാം. നമ്മളെ ലോകത്തിലോട്ടൊക്കെ നമ്മൾ പോവുകയാണ്. You unlock the arcade world. Ready? You unlock the snow village. നമുക്ക് ഇതിനൊരു അവാർഡ് കിട്ടോ? ഇതിനൊരു അവാർഡ് കിട്ടും. നമുക്കിപ്പോൾ ഒരെണ്ണം കൂടി ഇല്ലല്ലോ, രണ്ടെണ്ണം കൂടി ഇല്ലല്ലോ. അതെങ്ങനെ രണ്ടെണ്ണം ഒന്ന് പൈസണ്ടല്ലോ. നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം. പിന്നെ ഇവിടെ വേറെ സാധനം നമുക്ക് ചോക്കോസ് എടുക്കാൻ പറ്റും. ഇവൻ്റെ ചോക്കോസ് ട്രെൻഡിങ് ചോക്കോസ്. ഇത് ഇവൻ്റെ ഒരു സ്ഥലമുണ്ട് ഈ ബോക്സിലുള്ള വന്നിട്ടുള്ളേ ഇവനെ ഒളിച്ചിട്ട് പാക്കുന്നത്. ഉള്ളിൽ കയറാം. ഫുട്ബോളുണ്ട് തട്ടി കളിക്കാം. ഇത് വേണ്ട ഇത് ഇട്ട് ഇത്ര ടൈമിലേക്ക് പുറത്തിട്ടില്ല. നമുക്ക് അതിലേക്ക് ചോക്കോസ് ഇതൊക്കെ തന്നെ നമ്മൾ തോന്നും. നമ്മൾ ഹണിയൊക്കെ ഇങ്ങനെ ആയി. അത് പർപ്പിൾ ഹണി റിപ്സ് ഉണ്ടോ? ഇത്ര വായിക്കാൻ എനിക്ക് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു. അത് നോട്ടിലേരിയാണ്. ഓക്കെ, അതാ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് കഴിഞ്ഞിട്ടാവും ഇത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഞങ്ങളുടെ സ്നോകളിൽ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. സ്നോൻ്റെ വേൾഡ് നമുക്ക് അവിടുന്ന് രണ്ടാൾക്കാരെ രക്ഷിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഹൗസ് ഉണ്ട്. അവിടുത്തെ ഹൗസിൽ വന്ന് നമുക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ രണ്ടാൾ കൊന്നിട്ട് കൊണ്ടുവരുന്നുണ്ട് തിരിച്ച്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ എന്താണെന്ന് അറിയാം. ഇന്നൊക്കെ തുള്ളി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇവിടെ ഒരു മാനുണ്ട്. മാനലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാം. അവർക്ക് ഒരു വർഷം അടിച്ചാൽ വീണ്ടും ഉണ്ടോ വരുന്നത്. മണ്ണൊക്കെ അടിച്ചാൽ ഇവരൊക്കെ നല്ലതാണ്. എല്ലാവരും ഉമ്മോടിക്കൂല. ചിലവരൊക്കെ നമ്മുടെ പിന്നെ വരുന്ന കൂടെ ഉണ്ട്. ഇവിടുന്ന് എന്തായാലും നമ്മൾ സ്പൈഡർമാൻ ഇതിൻ്റെ കീ എവിടെ പറഞ്ഞു പോയത്? അതെ, ഇവിടെ ഒളിപ്പിച്ചിട്ടും ഞാനെന്താണ് ഫുഡ് കഴിക്കാണ്. പിന്നെ ഒരു കൂടിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അമ്മേക്ക് താമല്ലേ ഹാർട്ടൊന്നുമില്ല. ഇത് പട്ടിയിലൊക്കെ എന്തൊക്കെയാണ്
എൻ്റെ ബസ്സിലൊക്കെ ഞാൻ പോരാ. ഇതെന്തോ ഉറങ്ങിയ stay on the platform to the stay away from കുമ്പളൻ്റെ എന്ത് ചെയ്താലുണ്ട് നമ്മൾ കൊല്ലിക്കാൻ ചെയ്താലും മേലെ പോയിട്ട് നമ്മളെന്താ കാട്ടാനാകുന്നു മേലെന്താണുള്ളത് അവിടെ കരടി ഇരുന്ന് കരിയുന്നു. ഓണ്ട് കരടി കുട്ടി അതെങ്ങനെയൊക്കെ പറയുന്നു അതൊക്കെ ഞാനത് നമ്മൾ സ്ഥലത്ത് പോവാം. നമ്മൾ ജെറ്റ് ഓൺ അതാ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുമോ? Gloves mom, we are slide mom. Ini kundi di situ. Saya tak tahu apa dia tu. Ketendaki anak boy, kanak. Ketendaki anak di sini. You unlock the desert. Nah, nama rendah karela sih. Okay. Apa bina? Pada tertunda dulu. ഓ ഇവിടെ 12 ആൾക്കാരല്ലേ മറന്നത്. ഈ ഷോപ്പ് തുറന്നല്ലേ എന്താ കിട്ടുക നമുക്ക്? അവിടെ ഡ്രസ്സ് മാറ്റുണ്ടല്ലേ ഓപ്പൺ ഷോപ്പ്. പിന്നെ ഹെഡ് ലീസ് എന്താ അതിനെ അതെന്തായാലും കാണാനില്ല. എസ്തറ എഗ് ഓഫ് തന്നെ വെക്കണം. പിന്നെ നമുക്ക് മേടിച്ചെങ്കിൽ 100 rupees ഉണ്ടെങ്കിൽ ഈ വാങ്ങിക്കാം. പക്ഷെ നമുക്കത് വേണ്ട, ഗുസ്റ്റിന് സാധനം വേണ്ട കിട്ടുക. നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം അത് നമ്മളെ ഹെഡ് ലിസ്റ്റിലുണ്ടോ കിട്ടാം. ഇതിലുള്ള ഹെഡ് ലിസ്റ്റ് ഹെഡ് ഷേപ്പ് അത് ഇൻവിസിബിളാണ്. ഒന്നുകൂടി നോക്കട്ടെ അതിന് എത്ര പൈസ 300 ഇനി നമുക്ക് ആഡ് ആയിട്ടുള്ള അത് ഉണ്ടാക്കാം. ഇതിപ്പോൾ എത്ര ഉണ്ട്? ഇതുണ്ടോ? നെറ്റില്ലല്ലോ. നമുക്കത് പൈസ ഗ്രൈൻഡ് ചെയ്യാം. ഇപ്പോൾ $100 ഉണ്ട്. നമുക്ക് പൈസ ഗ്രൈൻഡ് ചെയ്യാമെന്ന് ഈ സ്ഥലത്ത് ആക്കുമ്പോൾ ഇത്രയൊക്കെ എന്തിനാണത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്? ഇത്ര ഈ പോയിൻ്റെല്ലാം കളക്ട് ചെയ്യുന്നു. അത് വലിക്കുന്നത് കുറച്ച് കമ്മിയാണ് കഴിയും. അത് നമുക്ക് ചെയ്യാൻ വയ്യ. മാർക്ക് വളരെ ഇഷ്ടം നല്ലതാണ്.
നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് ചെയ്ത് തരുക. പിന്നൊരു വീഡിയോ തരാം. അതിലേക്ക് ബൈ. You can double jump, ring and dive and then dive again to cover great distance. Double jump and dive. Okay, അറിയുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ചെയ്യാൻ പോവുകയാണ്.